എ. വിൻസെന്റ് MLA അസംബ്ലിയിൽ ഒരു സബ്മിഷൻ. എന്തിനാണ് പോലീസ് കാണുന്നവരെല്ലാം സല്യൂട്ട് ചെയ്യുന്നത്? MLA മാർക്ക് മുഴുവൻ സല്യൂട്ട് കിട്ടും, മന്ത്രിമാർക്ക് കിട്ടും, സ്പീക്കറിന് കിട്ടും, ഡെപ്യൂട്ടി സ്പീക്കറിന് കിട്ടും. അസംബ്ലിയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പോലീസുകാരുടെ സല്യൂട്ടാണ്. ശുചിമുറിയിൽ നിൽക്കുന്ന ആൾക്കും ഒരു സല്യൂട്ട് കിട്ടും. ഇതാണ് വിൻസെന്റ് MLAക്ക് ഒരു സബ്മിഷൻ മുഖേന അസംബ്ലിയിലെ അംഗങ്ങളെ അറിയിക്കാൻ ഇടയാക്കിയത്. ഏതായാലും കൗതുകരവും ശ്രദ്ധാകേന്ദ്രവുമായ ഈ ഒരു നിർദ്ദേശം ഏതായാലും സല്യൂട്ടടി നിർത്താനായിട്ടുള്ള ഒരു സബ്മിഷനാണ് സ്പീക്കർക്ക് കൊടുത്തത്. പക്ഷേ സ്പീക്കർ അത് അനുവദിച്ചില്ല. എങ്കിലും നല്ല രസകരമായ ഒരു സബ്മിഷനായിട്ട് എനിക്ക് തോന്നുള്ളൂ. പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ പലരും കാണുന്നവർക്കെല്ലാം സല്യൂട്ട് കൊടുക്കുന്ന കാണാം. കാരണം അവർക്ക് ചില സൗകര്യങ്ങൾ കിട്ടും, അവർക്ക് ചില ഗുണങ്ങൾ കിട്ടും. ഇതൊക്കെയാണ് അതുങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ നമസ്തേ കൈകൂപ്പി ആദ്യം കാണുമ്പോൾ രണ്ട് കൈയും കൂപ്പി നമസ്തേ പറയും. അതുപോലെ വീടുകളിലും അതുപോലെ ഗുരുക്കന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാല് തൊട്ട് നമ്മൾ വന്ദിക്കും. വിവാഹ സമയത്ത് അച്ഛനും അമ്മയും കാല് തൊട്ട് വന്ദിക്കുന്നത് നമ്മൾ കാണാം. ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ കിടന്നുകൊണ്ട് നമസ്കരിക്കും. പല രീതിയിലും നമ്മൾ ഈ ആചാരം പ്രകടിപ്പിക്കും. പോലീസിലെ സല്യൂട്ട് ചില പ്രത്യേക ആൾക്കാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് വാരിക്കോരി എല്ലാവർക്കും ഇപ്പം കൊടുക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ചില നേട്ടമൊക്കെ ഉണ്ടാവും. അസംബ്ലിയിലെ മിക്കവാറും അവിടുത്തെ ഉദ്യോഗസ്ഥർ പലരും ആംഡ് പോലീസിൽ നിന്ന് റിപ്പുട്ടേഷനിൽ വരുന്നവരാണ്. കാരണം പോലീസിൽ ആർക്കാണ് സല്യൂട്ട് കൊടുക്കുന്നത്? അത് DGP മുതൽ താഴോട്ട് മേലുദ്യോഗസ്ഥർക്കെല്ലാം, അത് താഴെക്കടയിലുള്ളവരെല്ലാം കൊടുക്കും. റാങ്ക് അനുസരിച്ച് മുകളിലോട്ട് എല്ലാവരും സല്യൂട്ട് കൊടുക്കും. അത് പോലീസിൻ്റെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു നിയമമാണ്. പട്ടാളത്തിലും ആംഡ് പോലീസിലും CRPയിലും BSFയിലും ഒക്കെ ITBPയിലൊക്കെ ഇത് തന്നെ. പോലീസിൽ എല്ലായിടത്തും കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ കാണുമ്പം സല്യൂട്ട് ചെയ്യും. തൊപ്പി ഉണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ സല്യൂട്ട് കൊടുക്കുന്നത്. തൊപ്പി ഇല്ലെങ്കിൽ അറ്റൻഷൻ മാത്രമാണ് കൊടുക്കുന്നത്. രണ്ടു കാലം ചേർത്ത് നിർത്ത് ഒരു അറ്റൻഷൻ കൊടുക്കും. ഇതാണ് പോലീസിലെ മേലുദ്യോഗസ്ഥരല്ലാതെ സല്യൂട്ട് കൊടുക്കേണ്ടവർ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ DGP കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിക്കും കൊടുക്കും. പിന്നീട് MLA മാർക്ക് കൊടുക്കുക പതിവില്ല, പക്ഷേ ചിലർ കൊടുക്കും. ചില കാര്യ നേട്ടമൊക്കെ ഉണ്ടാകാം, കാരണം ചില പോസ്റ്റിംഗ് ഒക്കെ കിട്ടും. പക്ഷേ മന്ത്രിമാർക്കും അതുപോലെ സ്പീക്കർക്കും ഒക്കെ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് കളക്ടർക്ക് ഒരു സല്യൂട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം കളക്ടർക്കും SP-യും ഒരേ ജില്ലയിൽ തന്നെ മേലുദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് കളക്ടർക്ക് ഒരു സല്യൂട്ട് കൊടുക്കും, വേറെ ആർക്കും കൊടുക്കാറില്ല. പിന്നെ പോലീസ് കോടതികളെ ബഹുമാനിക്കും. കോടതി ചെല്ലുമ്പോൾ സല്യൂട്ട് കൊടുക്കും. കോടതി മജിസ്ട്രേറ്റിന് സല്യൂട്ട് കൊടുക്കും, അല്ലെങ്കിൽ അത് സുപ്രീം കോടതി വരെയുള്ള ജഡ്ജസിന് സല്യൂട്ട് കൊടുക്കും. ഇതാണ് സല്യൂട്ട് കൊടുക്കുക. കാണുന്ന എല്ലാവർക്കും സല്യൂട്ട് കൊടുക്കുന്ന ഒരു പതിവ് അത് ഇന്ത്യൻ പോലീസ് ഫോഴ്സിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിൽ കൊടുക്കുന്ന ചില നേട്ടങ്ങൾ അവർക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അസംബ്ലിയിലുള്ള ആൾ എത്ര സല്യൂട്ടാണ് കൊടുക്കുന്നത്? അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും MP-മാരും MLA-മാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ പോകുന്ന കാണാം. മേലുദ്യോഗസ്ഥരൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഓരോ സല്യൂട്ട് കൊടുക്കും. ഏതായാലും അസംബ്ലിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സല്യൂട്ട് കൊടുക്കുന്നവർ. പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ SI മുതൽ CI SI DYSPമാർക്കും കീഴിലുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സല്യൂട്ട് കൊടുക്കുക പതിവാണ്. ഏതായാലും അത് നിർത്തണം. ആവശ്യമില്ലാതെ കാണുന്നവർക്കെല്ലാം ഈ സല്യൂട്ട് കൊടുക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന് ചില സമയത്തൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും ഒരു മന്ത്രി, ഒരു MLA, ഒരാൾ അതിലേ പോവുക ഇതിലേ പോവുക, എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് കൊടുക്കുക വെക്കും. ചില ബുദ്ധിയുള്ളവർ ചില ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ സല്യൂട്ട് കൊടുക്കില്ല. അതിന് പകരം അവർ തിരിഞ്ഞു നിൽക്കും, ഫോൺ അറ്റൻഡ് ചെയ്യും, കണ്ടില്ല എന്ന് നടിക്കും. അങ്ങനെയുള്ളവർ ധാരാളം പേരുണ്ട്. ഏതായാലും നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിലും അതുപോലെ സ്വാതന്ത്ര്യദിന പരേഡിലും ഒക്കെ നമ്മൾ സല്യൂട്ട് കൊടുക്കുന്നത് കാണാം. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഇൻറ്റഗ്രിറ്റിയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് റിപ്പബ്ലിക് ദിനത്തിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന ഓഗസ്റ്റ് 15-നും ഒക്കെ നമ്മൾ സല്യൂട്ട് കൊടുക്കും. പതാകയ്ക്കും നമ്മൾ സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ
എല്ലാവർക്കും കൊടുക്കുന്ന ഈ സല്യൂട്ടിന് വിലയില്ലാതെ പോയി കഴിഞ്ഞു. കാരണം പൊതുജന മധ്യത്തിൽ നമുക്കൊരു സല്യൂട്ട് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധാകേന്ദ്രമാവും. അതുകൊണ്ട് ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കും. അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. എന്നാൽ കോർപ്പറേഷൻ മേയറും മറ്റവർക്കും അങ്ങനെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സല്യൂട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വകുപ്പില്ല, അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സല്യൂട്ട് കിട്ടാത്തതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു കോർപ്പറേഷന്റെ മേലധികാരി സല്യൂട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ ചരിത്രവും കേരളത്തിലുണ്ട്. കാരണം അതൊക്കെ പിടിച്ചു വാങ്ങണം എന്നാണ് അവരുടെയൊക്കെ ധാരണ. പക്ഷെ പോലീസിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, അത് എൻഫോഴ്സ് ചെയ്യാൻ DGP തയ്യാറാകണം. കാരണം ആർക്കൊക്കെ സല്യൂട്ട് കൊടുക്കാം എന്ന് പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലും പോലീസിൽ അതിൻ്റെ കൃത്യമായ നിയമവ്യവസ്ഥകളുണ്ട്. അവർക്ക് മാത്രം കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമസ്തേ അങ്ങ് പരിഷ്കരിച്ച് കളയാം. കാരണം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു DGP വന്നപ്പോഴാണ് നമ്മൾ ഗുഡ് മോർണിംഗ് ഫോൺ എടുത്താൽ ഗുഡ് മോർണിംഗ് പറയാൻ പഠിച്ചത്. അതുപോലെ ഈ സല്യൂട്ട് മേലുദ്യോഗസ്ഥർ മാത്രം കൊടുക്കുക, മന്ത്രിമാർക്ക് അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഹോം സെക്രട്ടറിക്കും മാത്രം ഒതുക്കുക. ബാക്കിയുള്ളവർക്കൊന്നും സല്യൂട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, കാറിലെ ഇപ്പം എല്ലാ ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരം അനുസരിച്ച് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും മേലധികാരിക്കും അവരവരുടെ കാറിൽ അവരുടെ ഡെസിഗ്നേഷൻ അവരെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് എഴുതി വെച്ച് നടക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ജനങ്ങൾ എല്ലാം ഇത് ശ്രദ്ധിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികളിലെല്ലാം പല രീതിയിലുള്ള ബോർഡുകൾ, പൊതുജനങ്ങൾ ഇത് കണ്ട് കുലുങ്ങിച്ചിരിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനൊക്കെ. അതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. ബോർഡ് വെക്കാൻ അർഹതയുള്ളവർ അതിൻ്റെ ഒരു ലിസ്റ്റ് അടുത്ത ക്ലാസ് വന്നപ്പം 100 കണക്കിന് ആൾക്കാർ ഈ ബോർഡ് വെക്കാൻ അനുവദിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവ് ഞാൻ കണ്ടു. അതെന്തായാലും ശരിയായ നടപടിയല്ല. കാരണം അത് ആർക്കൊക്കെ വെക്കണമെന്ന് കൃത്യമായിട്ടുണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഗവൺമെൻറ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജസിനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് മേധാവിക്കും മാത്രം, ചിലർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും പഞ്ചായത്ത് മെമ്പർ വരെ അവരവരുടെ വാഹനത്തിൽ മെമ്പറെന്ന് എഴുതി വെച്ച് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വയലേഷനാണ്, നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഏതായാലും വിൻസെന്റ് MLA ഇപ്പോൾ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു സബ്മിഷൻ കൊടുത്തത് അത് വളരെ കൗതുകരമായി തന്നെ തോന്നി. കാരണം ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ നിർത്തേണ്ടി വരും. കാരണം അതിനൊക്കെ ഒരു വില കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രമേ ഈ സല്യൂട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ മേലുദ്യോഗസ്ഥരും ഗവൺമെൻറ് ശ്രദ്ധിക്കണം. ആർക്കൊക്കെയാണ് സല്യൂട്ട് കൊടുക്കുന്നത് പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലും പോലീസ് കൃത്യമായിട്ടുണ്ട്. അല്ലാത്തവർക്ക് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വിൻസെന്റ് MLA അത് പറഞ്ഞപ്പം ശുചിമുറിയിൽ പോയി നിൽക്കുന്ന ആളും ആ വഴി പോയ ഒരു പോലീസ് സല്യൂട്ട് ചെയ്ത് പോകുന്നത് കാഴ്ച അദ്ദേഹം രസകരമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതേപ്പറ്റി പുനർചിന്ത വേണം. ഇത് ആർക്കൊക്കെയാണ് സല്യൂട്ട് കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പഠിപ്പിക്കണം. കാരണം ആ സല്യൂട്ടിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ വില എന്താണെന്ന് പോലീസുകാർക്ക് അറിയാം. അതുകൊണ്ട് അത് എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. ഒരാളെ ബഹുമാനിക്കുന്ന കൈ രണ്ടും കൂപ്പി ബഹുമാനിച്ചോളൂ, യാതൊരു തടസ്സവുമില്ല.